വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട നല്ല കഷ്ടപ്പാടായിരുന്നു. ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റിംഗ് ഉള്ള ഒരു വലിയ പടമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇറക്കില്ല. ഞാൻ പറഞ്ഞു സാർ, ഞാൻ അല്ലാണ്ട് വേറെ ആരും വേണ്ട. ഇർഷാദൊക്കെ പറഞ്ഞോണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനും പറഞ്ഞു ഇങ്ങനെ ഇർഷാദൊക്കെ ആ ക്യാരക്ടർ ഇവർ രണ്ടുപേരും അവരെ വിളിച്ച് പറഞ്ഞു അനീഷ് ഇല്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയാണ് എന്നെ വിളിച്ചത്. പ്രജ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഷൈനെ കാണുന്നത്. പ്രജയില് വിളിക്കാൻ ജോഷി സാറ് പറയുമ്പോഴേ ജോഷി സാറിന് എന്റെ പേരറിയില്ല. ആ തൃശ്ശൂരുള്ള ഇവര് ആരായി തൃശ്ശൂരുള്ള ഇങ്ങനെ പറഞ്ഞു അവസാനം ഫോട്ടോ കണ്ട് അവനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത്. റാസ്ത മൂവിയുടെ ബാക്ക് ബോൺ ആയിട്ടുള്ള ഡിയറസ്റ്റ് ഡയറക്ടർ അനീഷ് അൻവർ. നമസ്കാരം സർ. ആൻഡ് നമ്മുടെ സ്വന്തം ഷാദിക ആൻഡ് സർ ജാനു. ഹായ്. റാസ്ത ദ വേ വഴി തേടിയുള്ള യാത്രയിലാണോ? വഴിയിലാണ് ഇപ്പൊ ഉള്ളത്. ഇനി പ്രേക്ഷകരിലേക്ക് കൊടുക്കണം. 5-ാം തീയതി റിലീസ് ആവാണ്. ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഹെക്ടിക് ആയിട്ട് കാണുന്ന നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. ഭയങ്കര മണൽക്കാറ്റും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തന്നെയായിരുന്നു. അതെ, ഞാൻ നല്ല കഷ്ടപ്പാടായിരുന്നു. നല്ല അങ്ങനെ ഒരു ടെമ്പറേച്ചറിൽ ഒരു 40-50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പം ഭയങ്കര എനിക്ക് പേഴ്സണലി സുഖം ഉണ്ടാവില്ലല്ലോ. അതന്നെ, എന്തായാലും ഒരു എന്താ പറയാ അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട, എനിക്ക് മാത്രമല്ല യൂണിറ്റിലുണ്ടായിരുന്ന കുറെ പേർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഈ റാസ്ത എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റുമായിട്ട് ബന്ധമുണ്ടോ? ഇത് ഈ സിനിമ ഉണ്ടായത് തന്നെ റിയൽ ലൈഫ് സ്റ്റോറീസ് എന്നാണ്. ഓക്കെ. നമ്മള് രാസ്തയുടെ റൈറ്റേഴ്സ് രണ്ടുപേരുണ്ട്, ഷാഹുലും ഫായിസും. അവർ ഒമാനിലുള്ള ആൾക്കാരാണ്. ഒരാള് അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്, ഒരാള് ട്രാവൽസ് ആണ്. അവരൊരു 10-25 വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവര് ആ ടെറൈനിൽ കണ്ട ജീവിതങ്ങളും കഥാപരിസരങ്ങളൊക്കെയാണ് ഈ രാസ്തയുടെ ഒരു ഭാഗം. ഈ സർവൈവൽ ത്രില്ലർ മാത്രമല്ല, ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള കഥകളും കാര്യങ്ങളും ഉണ്ട്. അത് എത്തിപ്പെടുന്ന ഒരു പോയിന്റാണ് ഈ രാസ്ത എന്ന് പറഞ്ഞ നമ്മുടെ സിനിമയുടെ ഒരു ഭാഗം. അപ്പം അവിടെ നടന്ന ട്രൂ ഇവൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ സിനിമ 99% ഷൂട്ട് ചെയ്തത് ഒമാനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവിതങ്ങൾ തന്നെയാണ്, അവർ കണ്ട കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വന്നേക്കുന്നത്. ഈ സർജാനെ ചൂസ് ചെയ്യാനുള്ള റീസൺ? ഒബിയസ്ലി സർജാന നല്ലൊരു ആക്ടറാണെന്ന് എനിക്ക് അറിയായിരുന്നു. സർജാനക്ക് ഈ ക്യാരക്ടർ ഷോൾഡർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് സർജാനയിലേക്ക് വന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഏജും ഈ ഒരു പിന്നെ ആ പ്രായത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. കൂടുതൽ ഓപ്ഷൻസിലേക്ക് പോകേണ്ട വന്നിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു സാർ, ഞാൻ അല്ലാണ്ട് വേറെ ആരും വേണ്ട. ഇർഷാദൊക്കെ പറഞ്ഞോണ്ടാണ്. അതുപോലെ തന്നെ ഞാനും പറഞ്ഞു ഇങ്ങനെ ഇർഷാദൊക്കെ ആ ക്യാരക്ടർ ഇവർ രണ്ടുപേരും അവരെ വിളിച്ച് പറഞ്ഞു അനീഷ് ഇല്ലെങ്കിൽ ശരിയാവില്ല, അങ്ങനെയാണ് എന്നെ വിളിച്ചത്. ഇർഷാദൊക്കെ കഥ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ലൈക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലെ, വില്ലനായും ഹീറോ ആയും ലൈക്ക് എല്ലാ സിനിമകളുടെയും ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇപ്പൊ കഥ അനീഷുമായിട്ടുള്ള സൗഹൃദമുണ്ട് കാലങ്ങളായിട്ട്. ഞാൻ ചാൻസ് ചോദിച്ച് നടക്കുന്ന കാലത്ത് അനീഷ് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അന്ന് മുതൽ ഞാൻ ജോഷ് സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് അപ്പൊ ചെറിയ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ കേൾക്കും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇവര് പറയുന്നത് ഈ ക്യാരക്ടർ നമുക്ക് ഇർഷാദിനെ വിളിക്കാം. അപ്പോൾ അങ്ങനെ കാണാറുണ്ട്. പ്രജ അങ്ങനെയുള്ള പടങ്ങളിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇർഷാദിനെ കാണുന്നത്. അന്ന് പിന്നെ ബാക്കി സ്ക്രീനിൽ നമ്മൾ വേറെ പടങ്ങളും പുള്ളി അഭിനയിക്കുന്നതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് സംഭവം. പ്രജയില് വിളിക്കാൻ ജോഷി സാറ് പറയുമ്പോഴേ ജോഷി സാറിന് എന്റെ പേരറിയില്ല. ആ തൃശ്ശൂരുള്ള ഇവര് ആരായി തൃശ്ശൂരുള്ള നമ്മളെ ലേലത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു അവസാനം ഫോട്ടോ കണ്ട് അവനെ അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് പോലുള്ള പരിചയമാണ്. അതിലും അനീഷ് 4 സിനിമ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രാസ്തയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള സംഭവിക്കുന്നു. സിനിമയിൽ അങ്ങനെ നമ്മൾ സൗഹൃദത്തിന്റെ അപ്പുറത്തേക്കാണ് സിനിമ സംഭവിക്കുക എന്നുള്ളത്. ഒരു ക്യാരക്ടറല്ല, 2 ക്യാരക്ടറാണ് എന്റെ മുമ്പ്. അല്ല, ആദ്യം ഒരു ക്യാരക്ടർ പറഞ്ഞു, ആ പുള്ളി ഓക്കെ, ഈ ക്യാരക്ടർ ചെയ്യാൻ ആ സിനിമയിലേക്ക് പുള്ളി ഓക്കെ. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് വേറൊരു ക്യാരക്ടർ കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു പക്ഷെ അത് ഇങ്ങനെ മറ്റേ ക്യാരക്ടറില്ലേ, അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാണ് അത് വേറെ കുറച്ച് ഗെറ്റപ്പൊക്കെ മാറ്റി കുറച്ച് ഇതായിട്ടുള്ള സാധനം. പുള്ളി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞല്ല വേണ്ട ഞാൻ ആദ്യം തന്നെ ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് മാറ്റണം കേട്ട് കഴിഞ്ഞപ്പോ കുറച്ച് ഏജ്ഡ് ആണ്. വേറൊരു ഏജിന്റെ മാത്രമല്ല, എനിക്ക്
ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു അതെ 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 ക്യാരക്ടർ. എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു character. നമ്മളെ പോലെ തന്നെ അതെ 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 അതെ. ഒരു കാര്യം ചോദിക്കട്ടെ സർജാൻ, അപ്പോ ആ വീണ് പോയ സമയത്തെ തോന്നിയിട്ടുണ്ടായിരുന്നോ വേണ്ടിയിരുന്നില്ല, ബുദ്ധിമുട്ടായി അങ്ങനെ? ഇല്ല, പക്ഷെ ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ഇങ്ങനെ ഒരു ടെറൈനിലാകുമ്പം അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാ ചെയ്യാം. ഡെഫിനറ്റ്ലി യെസ്. പിന്നെ നമ്മള് ഒന്നാമത് അവിടെ നമ്മൾ പോണ സമയത്ത്, ഷൂട്ട് തുടങ്ങിയ സമയത്ത് അവിടെ തണുപ്പായിരുന്നു. ഭയങ്കര പെട്ടെന്നായിരുന്നു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് ചൂടിലോട്ട് മാറിയപ്പം പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. ചൂടിലേക്ക് മാറിയെന്ന് മാത്രമല്ല, ഇത് ഈ കഥ സിനിമയുടെ ഒരു നോവൽറ്റി ഉണ്ടാവുമല്ലോ, ഒരു തുടർച്ച ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത്. സിനിമ പോയി ഒരു പകുതി ആകുമ്പോഴാണ് ഡെസേർട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഷൂട്ട് ചെയ്തെന്ന് ചിലപ്പോൾ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവസാനമുള്ളതൊക്കെ ആദ്യം എടുക്കും. പക്ഷെ ഇതങ്ങനെ ആയിരുന്നില്ല, അതുപോലെ തന്നെ പോയത്. അപ്പോൾ നമ്മളത് ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പോയ സമയത്ത് ഡെസേർട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റും, കാരണം വലിയ ചൂടുണ്ടാവില്ല. അത്രയും വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തുമില്ല. നമ്മൾ ആദ്യം പോയ സമയത്ത് നല്ല തണുപ്പായിരുന്നു, ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത് ആദ്യത്തെ ഒരു 15 ദിവസം. ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഒരു മഴ പെയ്തു. ആ മഴ പെയ്തിട്ട് പിറ്റേന്ന് നമ്മൾ ഡെസേർട്ടിലേക്ക് പോകുന്ന സമയം തന്നെ ടപ്പേന്ന് പറഞ്ഞങ്ങ് ചൂടങ്ങ് കൂടി. അപ്പം ഇന്ന് നമ്മൾ 10-15 ദിവസം ഡെസേർട്ടിലേക്ക് പോകുമ്പം നമ്മൾ ഡെയിലി ഉള്ള ആ ട്രാവൽ തന്നെ ഒരു 10-70 കിലോമീറ്റർ 4 വീൽ ഡ്രൈവാണ്. അതുമാത്രമല്ല, നമ്മളെ ഈ ഓരോ സീൻസ് നടക്കുന്നതും പറഞ്ഞാൽ ഡെസേർട്ട് ആണെങ്കിലും വിഷ്വലിൽ നമുക്ക് അവിടുന്ന് അവരുടെ ട്രാവൽ, ഡെസേർട്ടിൽ നിന്നുള്ള അകത്തുള്ള ട്രാവൽ മാറ്റം വരുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് യൂണിറ്റും എല്ലാ സാധനങ്ങളും നമ്മൾ തിരിച്ച് പോകണം. എന്നിട്ട് പിറ്റേന്ന് പോകുന്ന വേറൊരു സ്ഥലത്തേക്കാണ്, വേറൊരു ഏരിയയിലേക്ക് പോകണം. ഈ 4 വീൽ ട്രാവൽ എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് മാറ്റുന്നതും ഇതൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് നമ്മൾ ഒരു 6:30 അവിടെ എത്തിയാൽ, ഡെസേർട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയാൽ അവിടത്തേക്ക് എത്തുമ്പോൾ തന്നെ ഒരു 7:38 1 hour അങ്ങനെ 4 വീൽ ഡ്രൈവ് ഉണ്ടാവും. ആ സമയം തന്നെ ഓൾമോസ്റ്റ് ഒരു 30യുടെ മേലെ ചൂട് തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പം ഒരു 1 hour ഒക്കെ കൂടുമ്പോൾ തന്നെ ഒരു 40യുടെ അടുത്ത് വരും. പിന്നെ നമുക്ക് അറിയില്ല കേട്ടോ, പിന്നെ അങ്ങനെ അങ്ങ് പോക്കാം. പിന്നെ രാത്രിയാകുമ്പോൾ തണുപ്പും വരും, നേരെ എക്സ്ട്രീം വെതർ. പിന്നെ അവിടെ അങ്ങനെ ഷൂട്ട് നടക്കാത്തൊരു സ്ഥലമാണോ? ഞാൻ അത് ചോദിക്കണം ഓർത്തു, ഈ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വാസ് ഇറ്റ് ഈസി? ഇല്ല, ഈസി അല്ല, ഒട്ടുമല്ല. കാരണം അവിടെ അങ്ങനെ പരിപാടി ഇല്ല, അങ്ങനെ കൂടുതൽ അങ്ങനെ ഷൂട്ട്സ് നടക്കുന്നില്ല, എക്യുപ്മെന്റ്സ് കിട്ടില്ല. മുമ്പ് എത്ര നാളത്തെ ഒരു പ്രോസസ് ഉണ്ടായിരുന്നു ഇതിന്റെ പെർമിഷൻ കിട്ടാനും ആക്ടേഴ്സിനെ അവിടെ കൊണ്ടുപോകാനും ഇത് ഷൂട്ട് ചെയ്യാനും? അല്ല, ഇത് നമ്മൾ അതിന്റെ ഡീറ്റെയിൽ പറയാം. ഒറ്റ എക്സാമ്പിൾ പറയാം, നമ്മളെല്ലാം അതിന്റെ പ്രോപ്പർ വേയിൽ തന്നെ പോയി, പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് ഇപ്പം നാളെ ആണെങ്കിൽ ഇന്ന് ക്യാമറ എത്തി, എയർപോർട്ടിലെത്തി, നമ്മളെ പിന്നെ ക്രൂ എല്ലാം വന്നു, ആർട്ടിസ്റ്റുകൾ വന്നു, എല്ലാവരും ഉണ്ട്. നാളെ ഷൂട്ട് ചെയ്യാം. പക്ഷെ എയർപോർട്ടിൽ നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല ക്യാമറ. അങ്ങനെ 2 ദിവസം ഷൂട്ട് മാറി. അവിടെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. പിന്നെ ഈ സിനിമയുടെ നിങ്ങൾ ട്രെയിലർ കണ്ടാൽ അറിയാം, പോലീസുകാരാണ്, പോലീസ് വണ്ടികളാണ്. നമുക്കിവിടെ ഏത് റാങ്കിലുള്ള ഒരു പോലീസുകാരനും നമുക്കൊരു യൂണിഫോം അടിച്ചിട്ട് ആരെ വേണമെങ്കിലും അഭിനയിപ്പിക്കാം, അയാളെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണിക്കാം, ആ പോലീസുകാരനെ ഒരു മണ്ടനാക്കാം, എത്ര തലപ്പത്തുള്ള ആളാണെങ്കിലും. അവിടെ അങ്ങനെ പറ്റില്ല. അത് ആ പോലീസുകാരനെ സിനിമയിലാണെങ്കിൽ പോലും ഒരു മോശം ഇമേജ് കാണിക്കാൻ പറ്റില്ല. അപ്പം അത് അവിടെയുള്ള ആൾക്കാരും അവിടുത്തെ PR ഒമാനികൾ തന്നെ മിനിസ്ട്രിയിൽ പോയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് കൊടുത്തു. ഞാൻ പോയിട്ട് പറഞ്ഞു, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈവൻ ബട്ട് എനിവേ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ പറയുന്ന പോലെ പോലീസ് ഇപ്പൊ നമ്മള് ട്രെയിലർ കാണുമ്പോൾ ഒരുപാട് പേര്, അവിടുത്തെ ആക്ടേഴ്സിനെ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട്. സോ ഇവരെ അതിനകത്തോട്ട് കൊണ്ടുവരാനും അത് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തിരുന്നോ? അല്ല, അവിടുത്തെ പോലീസുകാരാണ്, അവിടുത്തെ ആൾക്കാരെ തന്നെയാണ്. നമ്മളൊരു മലയാളിനെ ഒമാനിയാക്കാൻ ട്രൈ ചെയ്തില്ല. അല്ല, പോലീസുകാര് മാത്രമാണോ ഒമാനീസ് ആയിട്ട് അങ്ങനെ? ഈ ഒരു ഗാങ്ങിലൊരു ഒമാനി ആക്ടർ ഉണ്ട്, ഈ നമ്മളെ പോസ്റ്റേഴ്സിലൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മളെ മലയാളം സംസാരിക്കുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് ഒമാനിലുള്ള ആൾക്കാരാണ്. അവിടെ ഡ്രാമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് സിനിമയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നാടകമായിട്ട് ഇപ്പം ബന്ധപ്പെട്ട് പോകുന്ന, അല്ലെങ്കിൽ സിനിമയിൽ ഇവിടെ നിന്ന് അഭിനയിച്ച ആൾക്കാർ, സിനിമയിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മളെല്ലായിടത്തും പോയി കഴിഞ്ഞാൽ കാണാം, സിനിമയോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ ഈ സിനിമയിൽ
പറ്റുന്നിടത്തോളം നമ്മളൊരു കാസ്റ്റിംഗ് കോൾ ഇട്ടുണ്ടായിരുന്നു, ഈ സിനിമയുടെ കാര്യങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് പേഴ്സണലി നമ്മൾ അറിയുന്ന ഇപ്പം റൈറ്റേഴ്സ് അവിടെ അതുപോലെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരുടെ കോൺടാക്ട്സിൽ അവിടെ ഇൻഫോം ചെയ്തിട്ട് കുറേ പേര് വന്ന് അവരൊക്കെ ഈ സിനിമയുടെ പാട്ടായിട്ടുണ്ട്, ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാണ്ടും. സർജാനോ ആണെങ്കിലും ഉഷാദയ്ക്ക് ആണെങ്കിലും ഈ സിനിമ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒബ്വിയസ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആ എടുത്തിട്ടുണ്ടായിരുന്നത്? പാസ്പോർട്ട് മാത്രം. അതെ, പാസ്പോർട്ടും കുറച്ച് ഡ്രസ്സും. മെന്റലി എന്ത് പ്രിപ്പറേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഇല്ലേ, ഒരു സിനിമ സാധാരണ ഒരു സിനിമ ചെയ്യുന്ന അതേ ലാഘവത്തോടെ തന്നെയാണ് പോയത്. ഇതിലെ ട്രെയിലറിൽ പിന്നെ ഈ അമ്മേനെ കണ്ടെത്താനുള്ള ഒരു ലൈക്ക് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അപ്പൊ വാട്ട് ഈസ് ദിസ് ആക്ച്വലി? ഇത് ഇവരെങ്ങനെ ഇതിനകത്ത് പെട്ടുപോകുന്നത്? അത് സിനിമ കാണണം എന്ന് പറയരുത്, സിനിമ കാണുമ്പോൾ പറ്റില്ല, അങ്ങനെ പറയരുത്. ഇതൊരു സെർച്ച് ആണ്, ഇത് മൊത്തത്തിലൊരു സെർച്ച് ആണ്. അമ്മേനെ തേടിയുള്ള യാത്ര. എങ്ങനെയാണ് മരുഭൂമിയിൽ അകപ്പെട്ടത്? അമ്മയെ തേടിയുള്ള ഒരു യാത്രയും കൂടി ഉണ്ട്, അവർക്ക് കണക്ട് ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, സോ നാട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ ആണെന്ന് വിശ്വസിക്കുന്നത്? സിനിമ ആണോ? ഇതിലെ വേറൊരു കാര്യം പറയട്ടെ. വേറൊരു കാര്യം വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സൈഡും എല്ലാം വെച്ചിട്ട് അതും കൂടി ഞാൻ പറയാം, ഒരു ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റിംഗ് ഉള്ള ഒരു വലിയ പടമാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രെയിലർ ഇറക്കില്ല. പേഴ്സണലി ഞാൻ ഇറക്കില്ല. ഇങ്ങനെ ഇത്രയും പാട്ടുകൾ റിവീൽ ചെയ്യേയില്ല. അതിന്റെ വേറൊരു കാര്യം വെച്ചാൽ ഞാനിപ്പോ ഇന്നലെ സിനിമ ക്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടു. ഒന്നും ഈ സിനിമന്റെ പ്രൊമോഷൻ കൊടുക്കാണ്ട് ഈ സിനിമ കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു ഓഡിയൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിരാശപ്പെടില്ല. ഒരു ധാരണ ഉണ്ടാവരുത് ഇതെന്താണ് പടം, ഇങ്ങനത്തെ ഒരു പോസ്റ്റർ പോലും ഉണ്ടാവരുത്. ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഈ 4 പേര് ഇങ്ങനത്തെ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊരു അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു സിനിമ കാണുന്നത് കാരണം നമ്മൾ ഇതൊരു ഡെസേർട്ട് ലോക്കാണ്, അല്ലെങ്കിൽ ഇങ്ങനെ 4 പേര് ഡെസേർട്ടിൽ പെട്ടുപോകുന്നതാണ്. ഇത് കംപ്ലീറ്റ് ഒമാനിൽ ഷൂട്ട് ചെയ്ത പടമാണെന്ന് പോലും പറയാതെ ഇറക്കുവാണെങ്കിൽ അതൊരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു രസമുള്ള ഒരു കാഴ്ചാനുഭവം ഉണ്ടാക്കും. പക്ഷേ എന്തുകൊണ്ട് പിന്നെ നമ്മളിങ്ങനത്തെ ഒരു ഇത് ട്രെയിലർ ഇറക്കി എന്തുകൊണ്ട് റിവീൽ ചെയ്യുന്നു? ഈവൻ ഈ ഇൻ്റർവ്യൂവിന് പോലും നിങ്ങൾ ചോദിക്കുമ്പോൾ ഡിസൈനിലൊക്കെയാണ് കഥ, ഇത് മരിക്കുന്നതാണ്, അവർ മോളെ നോക്കി വന്ന് ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ നമ്മളിത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് തിയേറ്ററിൽ എത്തുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ എഫേർട്ട് സിനിമയ്ക്ക് മുമ്പ് നമ്മൾ പറയുന്നതിൽ കാര്യമില്ലല്ലോ, അത് കുറച്ചെങ്കിലും വിഷ്വലിൽ കാണിക്കണം എന്ന് വേറെ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഷോർട്സുകൾ വെച്ചിട്ടുള്ള ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രതീക്ഷകൾക്കൊത്ത് ഉയരട്ടെ, നല്ലൊരു കരിയറിലെ നല്ലൊരു മൂവി ആയിട്ട് ഇത് മാറട്ടെ. സജോനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഡയറക്ടർ സാറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇർഷാദക്കനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട കാര്യമില്ല. ഒരുപാട് സിനിമകൾ ഇങ്ങനെ വരാൻ കിടക്കുകയാണ്. ഈ വർഷം തന്നെ ഒരുപാട് സിനിമകൾ ചെയ്ത് തീർത്ത ഒരാളാണ്. അപ്പം ഇൻഷാല്ലാ എല്ലാം അടിപൊളിയാവട്ടെ, എല്ലാം ഗംഭീരമാവട്ടെ. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആണ്. കണ്ടു കഴിഞ്ഞ് ഡെഫിനറ്റ് ആയിട്ട് വിളിച്ച് റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും രാസ്ത പോയി കാണണം. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.